ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദൻ നായകനാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം പ്രതീക്ഷ ലെവൽ കളക്ഷനിലേക്ക് തന്നെ സിനിമ 22 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. 21 ദിവസത്തെ മാർക്കോയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 97,40,00,000 രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. അതായത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് 97,40,00,000 രൂപ. 3 ആഴ്ചകൾ തിയേറ്ററുകളിലെ പിന്നിട്ട് ഈ ക്രിസ്മസ് വിന്നർ സിനിമയ്ക്ക് ആദ്യ ആഴ്ച 53,15,00,000 രൂപയായിരുന്നു വേൾഡ് വൈഡ് ഗ്രോസ് എങ്കിൽ രണ്ടാമത്തെ ആഴ്ച 26,40,00,000 രൂപയായിരുന്നു വേൾഡ് വൈഡ് ഗ്രോസ്. അതേസമയം മൂന്നാമത്തെ ആഴ്ച ഇക്കഴിഞ്ഞ ആഴ്ച 17,85,00,000 രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ 97,40,00,000 3 ആഴ്ച കൊണ്ട് 21 ദിവസങ്ങൾ കൊണ്ട് സിനിമ എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ സിനിമയുടെ 22ാം ദിവസമാണ് തിയേറ്ററുകളിൽ. പുതിയ സിനിമകൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെയും 60 ലക്ഷത്തിന് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് സിനിമയ്ക്ക് വന്നിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 98 കോടി. ഇന്നലെ രാത്രി പ്രതീക്ഷിച്ചതുപോലെ സിനിമ എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതേസമയം മാർക്കോയുടെ ഇന്നത്തെ നാളത്തെ കളക്ഷനും കൂടി വരുന്നതോടെ സിനിമ 100 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരവും എത്തപ്പെടുന്നതാണ്. അങ്ങനെ ഉണ്ണിയുടെ കരിയർ ബെസ്റ്റ് സിനിമ 100 കോടി കളക്ഷനിലേക്ക് എത്തുന്നു. കാത്തിരിക്കും ഇന്നത്തെ ഉൾപ്പെട്ടുള്ള സിനിമയുടെ അടുത്ത ട്രാക്കിംഗ് കളക്ഷനായിട്ട്. ഇനി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി നായകനായെത്തുന്ന മമ്മൂട്ടിയുടെ ഈ വർഷത്തിലെ ആദ്യത്തെ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം മമ്മൂട്ടി ചിത്രമാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. സിനിമ ജനുവരി 23 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രേക്ഷകർക്ക് മമ്മൂട്ടി സിനിമകളുടെ ബഡ്ജറ്റ് അറിയാനായിട്ട് താല്പര്യമുണ്ടല്ലോ. അതിന് കാരണം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളുടെ ബഡ്ജറ്റ് പല സമയത്തും പല ബഡ്ജറ്റാണ് എന്നത് തന്നെയാണ്. ഇപ്പോഴത്തെ ഡൊമിനിക് റിലീസ് ചെയ്യാനായിട്ട് ഇനിയും 10ലധികം ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് ഈ റിലീസിന് മുന്നേ ഉള്ള സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം വെറും 8 കോടി രൂപ മാത്രമേ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉള്ളൂ. മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടാതെയുള്ള ഈ ബഡ്ജറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടി ആരാധകരുടെ പേജും ഒപ്പം തന്നെ മമ്മൂട്ടി പ്ലാനറ്റ് എന്നൊക്കെ വിളിപ്പേരുള്ള മൂവി പ്ലാനറ്റ് ആണ്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞത് GVM വാങ്ങുന്ന പ്രതിഫലം 5 കോടിയാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഫലം ലക്ഷങ്ങളിലേക്ക് ചുരുക്കിയിരിക്കുന്നു എന്നാണ് നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. സിനിമ ഒരു ത്രില്ലർ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ബഡ്ജറ്റ് മമ്മൂട്ടി ആരാധകർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി യഥാർത്ഥ ബഡ്ജറ്റ് അടുത്ത ആഴ്ചകളിൽ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.